ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് നോക്കുന്നത്, മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മൈക്രോ പ്രോസസർ എന്താണ്, മൈക്രോ കൺട്രോളർ എന്താണ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, മൈക്രോ പ്രോസസ്സറിനകത്ത് എന്തൊക്കെയുണ്ട്, മൈക്രോ കൺട്രോളറിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം. സിമ്പിൾ ബേസിക്സ് ഓഫ് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. നോക്കി, എന്താണ് മൈക്രോ പ്രോസസ്സർ? നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഏതൊരു കമ്പ്യൂട്ടറിൻ്റെയും ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? CPU അല്ലേ, അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സോ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ ഇസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓർ CPU. നമ്മൾ PSCക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ജനറൽ എക്സാംസിനെല്ലാം സ്ഥിരം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ ഇസ് ഡാഷ്. സോ ഇറ്റ് ഇസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നമ്മൾ മൈക്രോ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ, മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ പ്രോസസ്സർ CPU, മൈക്രോ പ്രോസസ്സർ സെൻട്രൽ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? മൈക്രോ കമ്പ്യൂട്ടർ എന്ന് വിളിക്കാം. അപ്പം മൈക്രോ കമ്പ്യൂട്ടറിന്റെ CPU ആണെന്ത്? മൈക്രോ പ്രോസസ്സർ. സോ ബ്രെയിൻ ഓഫ് മൈക്രോ കമ്പ്യൂട്ടർ ഇസ് കോൾഡ് മൈക്രോ പ്രോസസ്സർ. ഓക്കെ ആണല്ലോ. അപ്പം മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സർ കാണും, അതിനോട് ചേർന്ന് മെമ്മറി ഉണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം ആ മൈക്രോ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ CPU ആണ് എന്ത്? മൈക്രോ പ്രോസസ്സർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു മൈക്രോ എന്നുള്ളൊരു ടേം, അത് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. മൈക്രോ എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്താണ്? അപ്പം അതൊന്ന് ഓർത്തിരിക്കുക, 10⁻⁻⁶. അപ്പം ഏതൊരു യൂണിറ്റിൻ്റെ കൂടെ മൈക്രോ എന്ന് വന്നു കഴിഞ്ഞാൽ ആ യൂണിറ്റിൻ്റെ 10⁻⁻⁶ ടൈംസ് ആയിരിക്കും ആ യൂണിറ്റ് കൺവേർട്ട് ആവുക. സോ മൈക്രോ ഇസ് 10⁻⁻⁶. അതുപോലെ പൈക്കോ ഉണ്ട്, പൈക്കോ ഇസ് 10⁻⁻12. ആ രണ്ട് പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ജനറൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶ ആൻഡ് പൈക്കോ ഇസ് 10⁻⁻12. കുഞ്ഞു കുഞ്ഞു എക്സാംസിനൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ്, നമുക്കിനി മൈക്രോ പ്രോസസ്സറിലോട്ട് പോകാം. മൈക്രോ പ്രോസസ്സർ ഇസ് എ സിംഗിൾ ചിപ്പ് വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് പ്രോസസ്സിംഗ് ഡേറ്റ. അപ്പൊ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്പാണ്. ആ ചിപ്പിനകത്ത് എല്ലാം ഉണ്ട്, ആ ഡേറ്റയെ പ്രോസസ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു സിംഗിൾ ചിപ്പാണ് എന്ത്? മൈക്രോ പ്രോസസ്സർ. ഇറ്റ് കൺട്രോൾസ് ആൾ കമ്പോണൻസ്. നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന പോലെ അല്ലേ, ഈ മൈക്രോ പ്രോസസ്സർ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കമ്പോണൻസിനെയും കൺട്രോൾ ചെയ്യും. ആ കമ്പോണൻസ് എന്തൊക്കെയാവാം? ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, എക്സ്റ്റേണൽ ഡിവൈസസ്, എന്ത് വേണമെങ്കിലും ആവാം. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ മൈക്രോ പ്രോസസ്സർ ആണ്. അപ്പൊ അതൊരു സിംഗിൾ ചിപ്പാണ്. ഇറ്റ് കൺട്രോൾസ് ഓൾ കമ്പോണൻസ് ലൈക്ക് മെമ്മറി, ഇൻപുട്ട് ഡിവൈസ്, എക്സ്റ്റേണൽ ഡിവൈസ്, എക്സെട്ര. നെക്സ്റ്റ് ഇസ് ഇറ്റ് എക്സിക്യൂട്ട്സ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ആ മൈക്രോ പ്രോസസ്സർ എങ്ങനെ പ്രവർത്തിക്കണം? അപ്പൊ അത് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വഴിയാണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കമാൻഡ്സ് വഴിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യാ, ഇങ്ങനെ ചെയ്യാ. അപ്പൊ അതെല്ലാം നമ്മൾ കൊടുക്കുന്നത് സെറ്റ് ഓഫ് കമാൻഡ്സ് ആണ്. ആ സെറ്റ് ഓഫ് കമാൻഡ്സിന് വിളിക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻസ്. അപ്പം മൈക്രോ പ്രോസസ്സർ എക്സിക്യൂട്ട്സ് sequence of instructions. Then it fetch, decode and execute the instruction. It fetch, decode and execute the instruction എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണോ മൈക്രോ പ്രോസസ്സർ ചെയ്യേണ്ടത് അത് നമുക്ക് എന്താ ഇൻപുട്ടായിട്ട് കൊടുക്കും ഇല്ലേ? അതിനെ അത് ആദ്യം എടുക്കണം, അതാണ് ഫെച്ച് ചെയ്യുക. പിന്നെ അതിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് അത് ഡീകോഡ് ചെയ്യണം. അപ്പം മൈക്രോ പ്രോസസ്സറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് അത് ഡീകോഡ് ചെയ്യണം. അതിനുശേഷം എന്താണ്? അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അത് എന്താണോ അത് മീൻ ചെയ്യുന്നത്, ഡീകോഡ് ചെയ്യുമ്പോഴത്തേക്കും അതെന്താണ് അത് ചെയ്യേണ്ടതെന്ന് അതിന് കിട്ടും. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഫെച്ച്. ഫെച്ച് മീൻസ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എന്താണ് ആ ഇൻസ്ട്രക്ഷന് കൊടുക്കുന്നത് അത് മൈക്രോ പ്രോസസ്സറിലേക്ക് എടുക്കുക, ദാറ്റ് ഇസ് ഫെച്ചിങ്. പിന്നെന്താണ്? ഡീകോഡിങ്. ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. ദെൻ എക്സിക്യൂട്ട് ദാറ്റ് ഇൻസ്ട്രക്ഷൻ. ആ ഓർഡർ നോക്കിയേ, ഇറ്റ് ഈസ് ഫെച്ചിങ്, then decoding and finally executing. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ നമുക്ക് മൈക്രോ പ്രോസസ്സറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ
ബൈനറി ലാംഗ്വേജ് ആണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് ഒക്കെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്ത്? ഹൈ ലെവൽ ലാംഗ്വേജ്. ഈ ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ അസംബ്ലി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ ഈ അസംബ്ലി ലാംഗ്വേജിനെ എന്താണ്? മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി ലാംഗ്വേജ്. ഓക്കെ, സീറോസും വൺസും മാത്രമുള്ള ബൈനറി ലാംഗ്വേജസ് ആണ് എന്തെന്ന് പറയുന്നത്? മെഷീൻ ലാംഗ്വേജ്. അപ്പൊ ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജ്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജസിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കും? അസംബ്ലി ലാംഗ്വേജ് ആക്കും. അസംബ്ലി ലാംഗ്വേജിനെ നമ്മൾ മ്യൂപ്പിക്ക് മനസ്സിലാവുന്ന, മൈക്രോ പ്രോസസറിന് മനസ്സിലാവുന്ന ഭാഷയായ ബൈനറി ലാംഗ്വേജിലോട്ട് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതാണ് ഈ ഒരു സ്റ്റെപ്പ്. ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ. ആഫ്റ്റർ കൺവേർട്ടിംഗ് ടു ബൈനറി ലാംഗ്വേജ് ഇറ്റ് എക്സിക്യൂട്ട്സ് ദി ഇൻസ്ട്രക്ഷൻസ്. ദെൻ ഇറ്റ്സ് ഇന്റേണൽ ആർക്കിടെക്ചർ ഈസ് സംവാട്ട് കോംപ്ലെക്സ്. അതിന്റെ ആർക്കിടെക്ചർ എന്താണ്? കുറച്ച് കോംപ്ലെക്സ് ആണ്. അപ്പൊ ഇത്രയാണ് മൈക്രോ പ്രോസസറിനെ കുറിച്ച് ബേസിക് ആയിട്ട് നോക്കാനുള്ളത്. നെക്സ്റ്റ് ഇസ് എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസർ. ഇപ്പൊ PSCക്ക് കുറച്ച് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വരും. എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ. അപ്പൊ ഈ മൈക്രോ പ്രോസസർ ഏത് ജനറേഷനിലാണ് വരുന്നതെന്ന് ഒന്ന് ഓർത്തിരിക്കുക. ഇറ്റ് കംസ് അണ്ടർ ഫോർത്ത് ജനറേഷൻ. അപ്പൊ നമ്മൾ ഓരോ കണ്ടുപിടുത്തങ്ങളോടുകൂടി ഓരോ പുതിയ ഡിവൈസസ് കണ്ടുപിടിക്കുന്നതിനോടുകൂടി പഴയതിന് പ്രാധാന്യം കുറയും അല്ലേ. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബ്സ് ആണ്. ദെൻ സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ്, തേർഡ് ജനറേഷനിൽ ICs, ദെൻ ഫോർത്ത് ജനറേഷനിലാണ് മൈക്രോ പ്രോസസർ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പൊ ആ ജനറേഷനും അതിൽ ഉപയോഗിച്ചിരുന്ന ഡിവൈസസ് ഒന്ന് നോക്കി വെക്കുക. ഫസ്റ്റ് ജനറേഷൻ വാക്വം ട്യൂബ്, സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റർ, തേർഡ് ജനറേഷൻ IC, ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസർ. അപ്പൊ മൈക്രോ പ്രോസസറിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 4004 ടു Pentium 4 വരെയാണ് അതിന്റെ ഒരു എവല്യൂഷൻ റേഞ്ച്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം Intel 4004 ടു Pentium 4. അപ്പൊ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓരോ ടെക്നോളജീസ് ആഡ് ചെയ്ത് ഇപ്പം പെന്റിയത്തിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസിലാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മൈക്രോ പ്രോസസർ ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ബേർഡ് സൈസ് ഓഫ് ഡേറ്റ. അതായത് നമ്മൾ മൈക്രോ പ്രോസസറിനെ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഡേറ്റയുടെ സൈസിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഒരു 4-bit മൈക്രോ പ്രോസസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ CPU അല്ലെങ്കിൽ ആ മൈക്രോ പ്രോസസറിനകത്തുള്ള അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ സൈസ് 4-bit ആയിരിക്കും. ഇപ്പൊ 8-bit CPU എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ സൈസ് എത്ര ആയിരിക്കും? 8-bit ആയിരിക്കും. അപ്പൊ അതിങ്ങനെ തന്നെ ചോദിക്കാം. മൈക്രോ പ്രോസസർ ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ബേർഡ് സൈസ് ഓഫ് വാട്ട് അല്ലേ? എന്തിനായിട്ടാണ്? ഇപ്പൊ ഡേറ്റ ഉണ്ടാവും, അഡ്രസ് ഉണ്ടാവും, ഡേറ്റ ആൻഡ് അഡ്രസ് എന്നൊക്കെ കാണും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോ പ്രോസസർ ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ഡേറ്റ. ഇപ്പൊ 4-bit, 8-bit, 16-bit, 30-bit എന്ത് കണ്ടാലും അത് എന്താണ്? അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ സൈസ് ആണ്. നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇത് നോട്ട്സ് പറയാം. ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കുക. 4-bit പ്രോസസേഴ്സിന് എക്സാമ്പിൾസ് ആണ് Intel 4004, 4040. ദെൻ 8-bit പ്രോസസേഴ്സ് ആണ് 8008, 8080, 8085, M6800. Then 16-bit processors ആണ് 8086, 8088, 80186, 80286. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് ഈ 16-bit മൈക്രോ പ്രോസസർ ആയ 8086 ആണ്. Then 32-bit processors Intel 80386, 80387, 80486. Then Intel Pentium Pro, Pentium 2, Pentium 3, Pentium 4, Intel Dual Core. Then 64-bit processors ആണ് Intel Core 2, then Intel Core i7, Core i5, Core i3, then Core 2. ഇതെല്ലാം എന്താണ്? കുറച്ച് പ്രോസസ്സേഴ്സിന് എക്സാമ്പിൾ ആണ്.
ഒരു 8 ബിറ്റ് ഏതാണ് 16 ബിറ്റ് ഏതാണെന്ന് കുറച്ചൊക്കെ ഒരു ഐഡിയ വേണം. 8086 എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. അതുപോലെ 8086, 186, 286 എല്ലാം 16 ബിറ്റ് പ്രോസസ്സേഴ്സ് ആണ്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കുക. PSC എക്സാമ്പിൾസ് മാത്രമായിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് കമ്പോണൻസ് ഓഫ് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ കമ്പോണൻസ് ഓഫ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മൈക്രോ പ്രോസസ്സറിനകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ട്. അപ്പം ബേസിക്കലി നമുക്കറിയാം മൈക്രോ പ്രോസസ്സറിനകത്ത് ഇത് സിംഗിൾ ചിപ്പാണ് അല്ലേ. ആ ചിപ്പിനകത്ത് 3 കാര്യങ്ങളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ALU, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ദെൻ സെക്കൻഡ് വൺ ഇസ് രജിസ്റ്റർ. ദെൻ എന്താണ് തേർഡ് വൺ ഇസ് കൺട്രോൾ ആൻഡ് ടൈമിംഗ് യൂണിറ്റ്. അപ്പം നമുക്കറിയാം രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഡേറ്റേനെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് എന്ത്? രജിസ്റ്റേഴ്സ്. അപ്പോൾ ഇതിനകത്തൊരു പെർമനന്റ് ലൊക്കേഷൻ ഇല്ല. അപ്പം UP പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് UP പ്രോസസ്സ് ചെയ്യുമ്പം തൽക്കാലത്തേക്ക് ആ പ്രോസസ്സ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസും ആ ഡേറ്റയും കയ്യിൽ കിട്ടുന്ന റിസൾട്ടിന്റെ ഡേറ്റയും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ത്? ഈ രജിസ്റ്റർ. അപ്പം രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക ഒരു ടെമ്പററി ലൊക്കേഷൻ ആയിരിക്കും. ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ. ALU മീൻസ് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അപ്പം UP ചെയ്യേണ്ട അരിത്മെറ്റിക്കും ലോജിക് ഓപ്പറേഷൻസും എല്ലാം പെർഫോം ചെയ്യുന്ന യൂണിറ്റ് ആണിത് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ദെൻ കൺട്രോൾ ആൻഡ് ടൈമിംഗ് യൂണിറ്റ്. കൺട്രോൾ ആൻഡ് ടൈമിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ UP എപ്പം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന എല്ലാം എന്താണ്? ഈ കൺട്രോൾ ആൻഡ് ടൈമിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇൻപുട്ട് എടുക്കേണ്ട സമയം, ഔട്ട്പുട്ട് കൊടുക്കേണ്ട സമയം എന്താണ്, അതെല്ലാം കൂടെ ഒരു സിങ്ക്രണസ് ആയിട്ട് ഈ UPയിലേക്ക് എത്തിക്കുന്നത് കൺട്രോൾ ആൻഡ് ടൈമിംഗ് യൂണിറ്റ് ആണ്. അപ്പം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? Registers are temporary storage location for instruction and data. Arithmetic and logic unit performs arithmetical and logical operations. Timing and control unit keeps all other parts of system working together at right time sequence. എല്ലാ സിസ്റ്റവും അതിനകത്തുള്ള രജിസ്റ്റേഴ്സ് ആണെങ്കിലും arithmetic, logic, memory, IO ഡിവൈസ് ഒക്കെ ഈ UPയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും എപ്പോൾ ഇൻപുട്ട് കൊടുക്കണം, എപ്പോൾ ഔട്ട്പുട്ട് എടുക്കണം, മെമ്മറിയിലേക്ക് എപ്പം പോകണം, അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈസ് മൈക്രോപ്രോസസർ ഈസ് കണക്റ്റഡ് വിത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് മെമ്മറി. അപ്പം നമുക്കറിയാം മൈക്രോപ്രോസസർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ചിപ്പാണ് അല്ലേ. അപ്പം അതിനകത്തേക്ക് നമുക്ക് ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും ഒക്കെ ആയിട്ട് എന്ത് വേണം? നമുക്ക് ഡിവൈസസ് എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി യൂണിറ്റ്, ഇത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത്. അപ്പം മൈക്രോ പ്രോസസ്സറിനകത്ത് ബേസിക് ആയിട്ട് ALU, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റർ അറേ ആൻഡ് മെമ്മറി രജിസ്റ്റർ അറേ ഇത്രേ പ്രസന്റ് ആവുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ഇസ് മൈക്രോപ്രോസസർ ബേസ്ഡ് സിസ്റ്റം. മൈക്രോപ്രോസസർ ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിസ്റ്റം ഹാർഡ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇപ്പം സിസ്റ്റം ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 കമ്പോണൻസ് ആയിട്ട് നമുക്ക് പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് കമ്പോണൻസ്. ഡിസ്ക്രീറ്റ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കണ്ടതുപോലെ അതിനകത്ത് മൈക്രോ പ്രോസസർ ഉണ്ട്, മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് സിസ്റ്റം ഹാർഡ്വെയറിലെ ഡിസ്ക്രീറ്റ് കമ്പോണൻസ് ആണ്. ഇപ്പം ഹാർഡ്വെയർ എന്താണ്? നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസർ, മെമ്മറി, IO ഡിവൈസസ്, ഇതെല്ലാം എന്താണ്? സിസ്റ്റം ഹാർഡ്വെയറിനകത്ത് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പോണൻസ് കണക്റ്റഡ് ബൈ ബസ്. ഈ ബസ്സസ് എന്താണ്? ഹാർഡ്വെയറിനകത്ത് വരുന്നത്. ബസ്സസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദിസ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന ലൈൻസിന് വിളിക്കുന്ന പേരാണെന്ത്? ബസ്സസ്. ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ബസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആണ്. അപ്പം നമുക്ക് അഡ്രസ് ലൈൻസ് ഉണ്ടാവും, ഡേറ്റ ലൈൻസ് ഉണ്ടാവും, കൺട്രോൾ ലൈൻസ് എല്ലാം ഉണ്ടാവും ഇല്ലേ. അതിന് കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ബസ്സസ്. അഡ്രസ് ബസ്, ബസ്, കൺട്രോൾ ബസ്. അഡ്രസ് ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ അഡ്രസ് ബസ്, ഡേറ്റ ആണെങ്കിൽ ഡേറ്റ ബസ്, കൺട്രോൾ സിഗ്നൽസ് ആണെങ്കിൽ കൺട്രോൾ ബസ്. അപ്പം അതെല്ലാം എന്തിൽ വരും? സിസ്റ്റം ഹാർഡ്വെയറിൽ വരും. ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് മോണിറ്റേഴ്സ് ദി
ഫങ്ഷൻസ് ഓഫ് ദി എൻറ്റയർ സിസ്റ്റം. അതായത് നമ്മൾ കൊടുക്കുന്ന ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, അപ്പം നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് കമാൻഡ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻസ്. ആ ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു ഗ്രൂപ്പാണ് എന്ത്? പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ ഒരു ഗ്രൂപ്പാണ് എന്ത്? സോഫ്റ്റ്വെയർ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പാത്ത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ്, ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. The group of instructions is called a program, and group of programs is called software. അത് തമ്മിൽ ഒന്ന് ഓർത്തിരിക്കുക. ജനറൽ ആയിട്ടുള്ള എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളതാണ്. ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇസ് കോൾഡ് പ്രോഗ്രാം ആൻഡ് ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസ് ഇസ് കോൾഡ് സോഫ്റ്റ്വെയർ. അപ്പം മ്യൂപ്പിക്കകത്ത് അതിന്റെ ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാംസ് എഴുതി കൊടുക്കുന്നതാണ് ആ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സർ ഈ മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബസ്സസ് വഴിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷനിലായിരിക്കും. ഡേറ്റ ബസ് എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷനിലായിരിക്കും. കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ റീഡ് ആൻഡ് റൈറ്റ് ടൈമിംഗ് സിഗ്നൽസിനാണ് നമ്മൾ കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റത്തിലെന്ന് ഓർത്തിരിക്കുക. അപ്പം നോക്കി അതിനകത്ത് അഡ്രസ് ബസ് ഉണ്ടല്ലേ. അപ്പോൾ സിംഗിൾ ഡയറക്ഷനാണ്. യൂണി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂപ്പിയിൽ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും എന്താണ് ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതിനേക്കാണെന്നുള്ള അഡ്രസ്സ് നമുക്കറിയണം. അപ്പം നമുക്കുള്ള ഒറ്റ മ്യൂപ്പിയേ ഉള്ളൂ. അപ്പം മ്യൂപ്പിയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള അഡ്രസ്സാണ് ക്യാരി ചെയ്യുന്നത് അഡ്രസ് ലൈൻസ്. അത് എങ്ങോട്ടേക്കാവാം? മേ ബി റോം അല്ലേ, ഈ റോമിലോട്ടാകാം, അല്ലെങ്കിൽ റീഡ് റൈറ്റ് മെമ്മറി റാം ആവാം, അല്ലെങ്കിൽ ഇൻപുട്ട് പോർട്ടിലേക്ക്, ദെൻ ഔട്ട്പുട്ട് പോർട്ട്, എങ്ങോട്ട് വേണമെങ്കിലും എന്തിലേക്കാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് ഈ അഡ്രസ് ബസ് ക്യാരി ചെയ്യും. അതുപോലെ ഡേറ്റ ബസ് അല്ലേ, അല്ലെങ്കിൽ ഡേറ്റ ലൈൻസ് എന്താണ്? ഡേറ്റ ലൈൻസ് ബൈ ഡയറക്ഷനിലാണ് അല്ലേ. നമുക്ക് മ്യൂപ്പിയിൽ നിന്ന് എക്സ്റ്റേണൽ ഡിവൈസസിലേക്കും തിരിച്ച് എക്സ്റ്റേണൽ ഡിവൈസസിൽ നിന്ന് മ്യൂപ്പിയിലേക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അല്ലെങ്കിൽ മെമ്മറിയിലേക്കും മെമ്മറിയിൽ നിന്നും നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്താണ്? ബൈ ഡയറക്ഷനിലാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അഡ്രസ് ബസ്സസ് യൂണി ഡയറക്ഷണൽ ആൻഡ് ഡേറ്റ ബസ്സസ് ബൈ ഡയറക്ഷണൽ. നമുക്ക് മെമ്മറിയിലേക്ക് ഡേറ്റനെ റൈറ്റ് ചെയ്യിക്കേണ്ടി വരും. ആ റൈറ്റ് ചെയ്തേക്കുന്ന ഡേറ്റ നമുക്ക് റീഡ് ചെയ്തെടുക്കേണ്ടി വരും അല്ലേ. പിന്നെന്താണ്? ഔട്ട്പുട്ട് പോർട്ടിലേക്ക് നമുക്ക് ഡേറ്റ കൊടുക്കേണ്ടി വരും. ഇൻപുട്ട് പോർട്ടിൽ നിന്ന് ഡേറ്റ എടുക്കേണ്ടി വരും. അപ്പോൾ അതെന്താണ്? ബൈ ഡയറക്ഷനിലാണ്. പിന്നെ കൺട്രോൾ സിഗ്നൽസ് ആണ് എന്ത്? ഈ റീഡ് റൈറ്റ് സിഗ്നൽസ് ഒക്കെ എന്താണ്? കൺട്രോൾ സിഗ്നൽസ് ആണ്. അപ്പോൾ ഇതാണ് മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റത്തിന്റെ ഒരു ബേസിക് ആർക്കിടെക്ചർ. നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. അപ്പോൾ മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കിയല്ലേ, അതൊരു സിംഗിൾ CPU ആണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ALU, രജിസ്റ്റേഴ്സ്, ദെൻ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ അതൊരു സിംഗിൾ യൂണിറ്റ് ആണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന മൈക്രോ പ്രോസസർ. എന്നാൽ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൈക്രോ പ്രോസസർ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ മൈക്രോ കൺട്രോളറിൻ്റെ. ഈ CPU-നകത്ത് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്, രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ദെൻ എക്സ്ട്രാ ആയിട്ട് അതിനകത്ത് എന്തൊക്കെയുണ്ട്? IO പോർട്സ്, കൗണ്ടേഴ്സ്, ടൈമേഴ്സ്, റാം, റോം, ഇതെല്ലാം കൂടെ ഇൻബിൽറ്റ് ആയിട്ട് ഒരു സിംഗിൾ ചിപ്പിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? മൈക്രോ കൺട്രോളർ. ഓക്കെ ആണല്ലോ. മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞാൽ ഒരു CPU ആണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും എന്താണ് മെമ്മറിയൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ മൈക്രോ കൺട്രോളർ ആണെങ്കിലോ അത് ഒരു സിംഗിൾ ടാസ്കിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന. അപ്പോൾ അതിന് ഇത്രത്തോളം മെമ്മറി, അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതിൻ്റെ പോർട്ടുകൾ എല്ലാം കൂടെ ചേർത്ത്, അതിൻ്റെ CPU എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒറ്റ ചിപ്പായിട്ട് എന്താണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഈ മൈക്രോ കൺട്രോളർ. ദാറ്റ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. അപ്പം അതിൻ്റെ ഒരു 1-2 പോയിന്റ്സ് ഉണ്ട് മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളറിന്റെ ബേസിക് ആയിട്ട്. ആ ഒരു ടേബിള് ഒന്ന് പഠിച്ചു വെക്കുക. ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ്
മൈക്രോ കൺട്രോളർ. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? CPU is standalone, RAM, ROM, IO, timers are all separate അല്ലേ? ദെൻ മൈക്രോ കൺട്രോളർ ആകുമ്പോൾ എന്താണ്? CPU, RAM, ROM, IO ആൻഡ് ടൈമർ ആർ ഓൾ ഓൺ എ സിംഗിൾ ചിപ്പ്. ആ സിംഗിൾ ചിപ്പിൽ തന്നെയാണ് CPU, മൈക്രോ പ്രോസസ്സറും കാണും, ദെൻ എന്താണ്? റാമും റോമും ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസ്, ടൈമേഴ്സ് എല്ലാം കൂടെ ഒരെണ്ണത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ദെൻ സെക്കൻഡ് point is designer can decide on the amount of ROM, RAM and IO ports. അപ്പോൾ നമുക്ക് ഡിസൈനർ ഇഷ്ടമാണ്. നമുക്ക് മ്യൂപ്പിയിലാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം റാം വേണം, റോം വേണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു പെർട്ടിക്കുലർ ടാസ്കിലേക്കുള്ള മൈക്രോ കൺട്രോളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻബിൽറ്റ് റാമും റോമും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഫിക്സഡ് എമൗണ്ട് ഓഫ് ഓൺ ചിപ്പ് റോം, റാം ആൻഡ് IO പോർട്സ്. ദെൻ എക്സ്പെൻസീവ് ആണ്, മൈക്രോ പ്രോസസ്സർ എക്സ്പെൻസീവ് ആണ്, അതായത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. ദെൻ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഫോർ ആപ്ലിക്കേഷൻസ് ഇൻ വിച്ച് കോസ്റ്റ്, പവർ ആൻഡ് സ്പേസ് ആർ ക്രിട്ടിക്കൽ. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സറിന്റെ കോസ്റ്റ് എന്ത് ചെയ്യും? വേരി ചെയ്യും. നെക്സ്റ്റ് വേഴ്സറ്റാലിറ്റി, നമുക്ക് അഡാപ്റ്റബിലിറ്റി, നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണ്ടത് ഇൻപുട്സും ഔട്ട്പുട്സും ഒക്കെ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഇത് വേഴ്സറ്റൈൽ ആണെന്ന് പറയുന്നത്. ദെൻ മൈക്രോ കൺട്രോളർ ഇസ് സിംഗിൾ പർപ്പസ് കൺട്രോൾ ഓറിയന്റഡ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ യൂസിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ദെൻ മൈക്രോ പ്രോസസർ ഇസ് ജനറൽ പർപ്പസ്, ദിസ് ഇസ് സിംഗിൾ പർപ്പസ്. ദെൻ ഹൈ പ്രോസസ്സിംഗ് പവർ ആൻഡ് ദിസ് ഇസ് ഹാവിംഗ് ലോ പ്രോസസ്സിംഗ് പവർ. ഒന്ന് ഓർത്തിരിക്കുക, മൈക്രോ പ്രോസസർ കുറച്ച് ബൾക്കിയാണ്, അതുകൊണ്ട് അതിൻ്റെ പ്രോസസ്സിംഗ് പവറും പവർ കൺസംഷനും ഒക്കെ കൂടുതലായിരിക്കും. മൈക്രോ കൺട്രോളറിലാണെങ്കിൽ പ്രോസസ്സിംഗ് പവറും പവർ കൺസംഷനും ഒക്കെ വളരെ കുറവായിരിക്കും. എല്ലാം ഒറ്റ ചിപ്പിൽ തന്നെ വെച്ചിരിക്കുക, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഒന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പവർ കൺസംഷൻ വളരെ കുറവായിരിക്കും. ദെൻ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഫോക്കസ് ഓൺ പ്രോസസ്സിംഗ് ഇൻറ്റൻസീവ് ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാംസ് ആയിട്ട് ആസ് സച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. മൈക്രോ കൺട്രോളർ ആണെന്നുണ്ടെങ്കിൽ ബിറ്റ് ലെവൽ ഓപ്പറേഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഓരോ ബിറ്റ്, വൺസ്, സീറോസ്, ഇപ്പോൾ ബൈനറി വാല്യൂസ് ഇല്ല, അതിനകത്ത് വൺസ്, സീറോസ് എടുത്തിട്ട് നമുക്ക് ബിറ്റ് വൈസ് ആയിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം മൈക്രോ കൺട്രോളറിൽ. ദെൻ മൈക്രോ പ്രോസസർ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് 32, 64 ബിറ്റ് ആണ്. മൈക്രോ കൺട്രോളർ ആണെങ്കിൽ 8, 16 ബിറ്റ്. ഈ ബിറ്റ്, ആ ബിറ്റ്സ് പറയുന്നത് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ചാണ്. ദെൻ ടിപ്പിക്കലി ഡീപ് പൈപ്പ് ലൈൻ 5 to 20 stages. Here it is single cycle or 2-stage pipeline. പൈപ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറ്റ് എ ടൈം വേറെ ഇൻസ്ട്രക്ഷനും ചെയ്ത് പോകാം. അതിനാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ പ്രോസസ്സറിന് 5 to 20 സ്റ്റേജസ് വരെ ചെയ്യാം. മൈക്രോ കൺട്രോളറിന് ഒരു സിംഗിൾ സ്റ്റേജ് അല്ലെങ്കിൽ 2-stage പൈപ്പ് ലൈൻ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 8086 മൈക്രോ പ്രോസസ്സർ ആണ്. 8086 അറിയുന്നതിന് മുമ്പ് 8085 എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ വേണം. അപ്പോൾ ഞാൻ 8085ൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ 8086 എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. നമുക്ക് മേജറായിട്ട് പഠിക്കേണ്ടത് 8086 ആണ്. പക്ഷേ 8085 എന്നുള്ളൊരു ബേസ് ഉണ്ടായിട്ട് വേണം 8086 നോക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിൾ ഉണ്ട്. ഓക്കെ, ഡേറ്റ ബസ് സൈസ്. അപ്പോൾ നമുക്കറിയാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ സൈസ് അനുസരിച്ചാണ് ആ പ്രോസസ്സറിനെ അറിയപ്പെടുന്നത്. അപ്പോൾ 8085 എന്ന് പറഞ്ഞാൽ ഒരു 8-bit പ്രോസസ്സറും 8086 എന്ന് പറഞ്ഞാൽ ഒരു 16-bit പ്രോസസ്സറുമാണ്. ദെൻ അഡ്രസ് സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്രസ് ബസ്സിന് എൻ്റെ സൈസ് അത് എത്രയാണ്? 16-bit ആണ് 8085-ന്. 8086-ന് 20-bit ആണ്. അതായത് നമുക്കറിയാം മ്യൂപ്പിയിൽ നിന്ന് ഇൻഫർമേഷൻ എങ്ങോട്ടെങ്കിലും പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്രസ്സ് അറിയണം. ഇപ്പോൾ റാം ആണെങ്കിലും റോം ആണെങ്കിലും അതിൻ്റെ അഡ്രസ്സ് അറിയണം. ഇൻപുട്ട് ആണെങ്കിലും ഔട്ട്പുട്ട് ആണ്. ആ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 8085-ൻ്റെ കേസിൽ 16-bit ആയിരിക്കും. 8086-ൻ്റെ കേസിൽ 20-bit ആയിരിക്കും. ദെൻ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ഒരു പോയിന്റ് ഞാൻ ഇപ്പോൾ ഒന്ന് ഓർപ്പിക്കുകയാണ്. അതായത് പ്രോസസ്സറിൻ്റെ ബിറ്റ് നമ്പർ കൂടുമ്പം, അതായത് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ സൈസ് അനുസരിച്ച് അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും?
കൂടും. ഇപ്പോൾ 4-ബിറ്റ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന പ്രോസസ്സറിനേക്കാളും സ്പീഡ് കൂടുതലായിരിക്കും എന്ത് 8-ബിറ്റ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അറ്റ് എ ടൈം 8-ബിറ്റ് അങ്ങ് എടുക്കുകയാണ്. അതുപോലെ അതിനേക്കാൾ കൂടുതലായിരിക്കും എന്ത് 16-ബിറ്റ്, അതിനേക്കാൾ കൂടുതലായിരിക്കും 32-ബിറ്റ്. അപ്പോൾ ആ ബിറ്റ് പ്രോസസ്സറിൻ്റെ ബിറ്റ് സൈസ് കൂടുന്തോറും, ഡേറ്റ ഹാൻഡിൽ ചെയ്യാനുള്ള ബിറ്റ് സൈസ് കൂടുന്തോറും അതിന് എന്താണ് സ്പീഡ് കൂടുകയാണ്. അപ്പോൾ 8085-നേക്കാളും ഫാസ്റ്റർ ആയിരിക്കും എന്ത് 8086. അപ്പോൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇസ് ക്ലോക്ക് സ്പീഡ്. ക്ലോക്ക് സ്പീഡ് ഉണ്ടോ 3 MHz ആണ് 8085-ന്. 8086-ന് 5.8 to 10 MHz. അപ്പോൾ നമ്മൾ എപ്പോഴും 10 MHz എന്നാണ് 8086-ന് പൊതുവെ ഓർത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഡ്യൂട്ടി സൈക്കിൾ ഫോർ ക്ലോക്ക് ഇസ് 50%. ഹിയർ ദ ഡ്യൂട്ടി സൈക്കിൾ ഫോർ ക്ലോക്ക് ഇസ് 33%. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആ ക്ലോക്ക് സിഗ്നൽ കൊടുത്ത് അത് ട്രിഗർ ചെയ്യാൻ എടുക്കുന്ന ആ പൾസിൻ്റെ വിട്ട്, അതാണ് ഒരു 50%. മൈക്രോ പ്രോസസ്സർ 8086-നാണെങ്കിൽ 33% ഉള്ളൂ. ദെൻ ഫ്ലാഗ്സ് ആണെങ്കിൽ 8085-ന് 5 ഫ്ലാഗ്സ് ഉണ്ട്. സൈൻ, സീറോ, ഓക്സിലറി ക്യാരി, പാരിറ്റി, ദെൻ ക്യാരി. ആണെങ്കിൽ 9 ഫ്ലാഗ്സ് ഉണ്ട്. ഓവർഫ്ലോ, ഡയറക്ഷൻ, ഇൻട്രപ്റ്റ്, ട്രാപ്പ്, സൈൻ, സീറോ, ഓക്സിലറി ക്യാരി, പാരിറ്റി ആൻഡ് ക്യാരി. അപ്പോൾ ഇത് നമ്മൾ ഫ്ലാഗ്സ് ഒക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. 8086 പഠിക്കുമ്പോൾ ഫ്ലാഗ്സ് എന്താണ്, അപ്പോൾ ഇത്രയും മാത്രം ഇപ്പോൾ ഓർക്കുക. 8085 എന്ന് പറയുമ്പോൾ 5 ഫ്ലാഗ്സ് ഉണ്ട്. 8086-ലാണെങ്കിൽ 9 ഫ്ലാഗ്സ് ഉണ്ട്. ദെൻ പൈപ്പ് ലൈനിങ് സപ്പോർട്ട് എന്ന് പറയുമ്പം 8085-ൽ പൈപ്പ് ലൈനിങ് സപ്പോർട്ട് ഇല്ല, 8086 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ മെമ്മറി സെഗ്മെന്റേഷൻ 8085 സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ 8086-ൽ മെമ്മറിയെ സെഗ്മെന്റ് ചെയ്യുന്നുണ്ട്. Then number of transistors is nearly 6500 and here it is 29,000. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. മ്യൂപ്പിയുടെ സൈസ് 8085 8-ബിറ്റ് ആണ്, മറ്റേത് 16-ബിറ്റ് ആണ്. ബിറ്റിൻ്റെ ഇത് കൂടുന്തോറും സ്പീഡ് കൂടും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അഡ്രസ് ബസ് സൈസ്. 8085-ന് 16-ബിറ്റ് ആണ്, മറ്റേതിന് 20-ബിറ്റ് ആണ്. Next is 8085, that the processor type is accumulator based. Accumulator based ആണ് ഈ പ്രോസസ്സർ ടൈപ്പ് എല്ലാം. അതായത് നമുക്ക് ഇപ്പം ഡേറ്റയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് അക്യുമുലേറ്ററിലോട്ടായിരിക്കും 8085-ൻ്റെ കേസിൽ. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ദെൻ ജനറൽ പർപ്പസ് രജിസ്റ്റർ ബേസ്ഡ് ആയിരിക്കും എന്ത് 8086-ൽ. അപ്പോൾ രജിസ്റ്റേഴ്സിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് പോരാഞ്ഞ അക്യുമുലേറ്ററിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ പ്രസൻസ് ഓഫ് മിനിമം ആൻഡ് മാക്സിമം മോഡ്. അപ്പോൾ 2 മോഡിൽ 8086-ന് വർക്ക് ചെയ്യാം. അതാണ് മിനിമം മോഡും മാക്സിമം മോഡും. എന്നാൽ 8085-ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ദെൻ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് ഒരു പ്രോസസ്സർ 8085-ൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് 8086-ലാണെങ്കിൽ മോർ ദാൻ 1 പ്രോസസ്സർ ഈസ് യൂസ്ഡ്. അഡീഷണൽ പ്രോസസ്സർ ക്യാൻ ഓൾസോ ബി എംപ്ലോയിഡ്. നമുക്ക് എക്സ്ട്രാ പ്രോസസ്സർ വെച്ചിട്ടും അതിനെ വർക്ക് ചെയ്യിക്കും. ദെൻ മെമ്മറി സൈസ് ഈസ് 64 KB ആൻഡ് മെമ്മറി സൈസ് ഈസ് 1 MB. ദെൻ ഈ മെമ്മറി സൈസ് പറയുന്നത് ഈ അഡ്രസ് ലൈൻസ് വെച്ചിട്ടാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നോ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇൻസ്ട്രക്ഷൻ. നമുക്ക് 8085 പഠിക്കുമ്പോൾ പ്രത്യേകതയാണ്, അതിനകത്ത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പ്രത്യേക ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ല. നമുക്ക് റിപ്പീറ്റഡ് അഡിഷൻ വഴിയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അതുപോലെ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓപ്പറേഷൻസ് ആർ പ്രസൻറ്റ് ഇൻ 8086. ദെൻ ഇൻസ്ട്രക്ഷൻ ക്യൂ ആണെങ്കിൽ 8085-ൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, 8086-ൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൈപ്പ് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ക്യൂ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവിടെ ആണെങ്കിൽ ക്യൂ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഞാനിപ്പം പറഞ്ഞു നമ്മൾ ഈ മ്യൂപ്പിയുടെ സൈസ് പറയുന്നത്, അതിൻ്റെ മെമ്മറിയുടെ സൈസ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്രസ് ലൈൻസ് വെച്ചിട്ടാണ്. ഇപ്പം 85-നാണെങ്കിൽ ഇത്രയാണ് 16-ബിറ്റ് അഡ്രസ് ലൈനാണ്. 8086-നാണെങ്കിൽ 20-ബിറ്റ് അഡ്രസ് ലൈനാണ്. അപ്പോൾ 8085-ൻ്റെ സൈസ് എത്രയാണ് 64 KB. ഈ 64 KB എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 64-ന് നമുക്ക് 2-ൻ്റെ 2⁶ എന്ന് എഴുതും അല്ലേ. 1 KB എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 KB ഈക്വൽ ടു 1024. 1024 is 2 to the power 10 അല്ലേ. 2 to the power 10 ആണെന്ത് 1024. അപ്പോൾ 2⁶ into 2⁻10 that is
2⁻16. ഈ 16 എന്ന് പറയുന്നത് അതിൻ്റെ എന്തായിരിക്കും? അഡ്രസ്, നമ്പർ ഓഫ് അഡ്രസ് ബിറ്റ്സ് ആയിരിക്കും. അപ്പോൾ 16 ബിറ്റ് അഡ്രസ് ലൈൻ അല്ലേ അതിനുള്ളത്. അപ്പോൾ ആ 16 ബിറ്റ് അഡ്രസ് ലൈൻ കാണിക്കുന്നത് അതിൻ്റെ 2 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ടോട്ടൽ സൈസ് ഓഫ് 8085 കിട്ടും. അതുപോലെ 8086 നോക്കാം. അപ്പോൾ 8085 സൈസ് എത്രയാണ്? 64 KB. അത് കിട്ടിയത് 2⁻16 ആണ്. 2⁻16 സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 64 KB എന്ന് കിട്ടുന്നത്. നെക്സ്റ്റ് എന്താണ്? 8086ൻ്റെ അഡ്രസ് ലൈൻസ് നോക്കിക്കേ, എത്രയാണ്? 20 ബിറ്റ് ആണ് അല്ലേ. അപ്പം നമുക്കറിയാം അതിൻ്റെ മെമ്മറി എത്രയാ? 1 MB അല്ലേ. 1 MB എന്ന് പറഞ്ഞാൽ എന്താണ്? 1 KB ഇൻറ്റു 1 KB അല്ലേ. 1024 ഇൻറ്റു 1024, അതായത് 2⁻10 ഇൻറ്റു 2⁻10, ദാറ്റ് ഈസ് 2⁻20. അപ്പോൾ 20 അഡ്രസ് ലൈൻസ് ഉണ്ടെങ്കിൽ 2⁻20 ആയിരിക്കും. 20 ബിറ്റ് അഡ്രസ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ മെമ്മറി എത്രയായിരിക്കും? 2⁻20 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ അഡ്രസ് എത്ര അഡ്രസ് ലൈൻ ആണെന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ എപ്പോഴും യുപിയുടെ ഈ സൈസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് അഡ്രസ് ബിറ്റ്സ് വന്നാലും നിങ്ങൾക്ക് ഈ സൈസ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അതൊരു സിമ്പിൾ ടെക്നിക്കാണ്. ഓക്കെ. ഡിസ്കസ് ചെയ്ത ഭാഗത്തെ കുറച്ച് MCQs നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മൈക്രോ പ്രോസസ്സേഴ്സ് ആർ സ്വിച്ചിങ് ഡിവൈസസ് ആർ ഫോർ വിച്ച് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്? മൈക്രോ പ്രോസസ്സർ ഏത് ജനറേഷൻ ആണ്? 4th ജനറേഷൻ അല്ലേ. ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് CPU. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ മൈക്രോ കൺട്രോളർ അറ്റ്ലീസ്റ്റ് ഷുഡ് കൺസിസ്റ്റ് ഓഫ്. മൈക്രോ കൺട്രോളറിൽ എന്തൊക്കെ ഉണ്ടാവണം? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് CPU, RAM, ROM, IO പോർട്സ് ആൻഡ് ടൈമേഴ്സ്. എല്ലാം ഉണ്ടായിരിക്കണം. CPU, RAM, ROM, IO പോർട്സ്, പിന്നെ ടൈമേഴ്സ്, കൗണ്ടേഴ്സ് എക്സെട്ര എല്ലാം കൂടെ ഒരു ഇൻബിൽറ്റ് ആയിട്ടിരിക്കുന്ന സംഭവമാണ് മൈക്രോ കൺട്രോളർ. അൺലൈക്ക് മൈക്രോ പ്രോസസ്സേഴ്സ്, മൈക്രോ കൺട്രോളേഴ്സ് മേക്ക് യൂസ് ഓഫ് ബാറ്ററീസ് ബിക്കോസ് ദേ ഹാവ് ലോ പവർ കൺസംഷൻ അല്ലേ. മൈക്രോ കൺട്രോളേഴ്സിന് മൈക്രോ പ്രോസസ്സറിനെ അപേക്ഷിച്ച് പവർ കൺസംഷൻ കുറവായിരിക്കും. Next question is, what is the order decided by a processor or the CPU of a controller to execute an instruction? അപ്പോൾ എന്താണ് ഓർഡർ? നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് ഫെച്ച് ചെയ്യുക, ദെൻ ഡീകോഡ് ചെയ്യുക, ദെൻ എക്സിക്യൂട്ട് ചെയ്യുക. ആദ്യം ഇൻഫർമേഷൻ എടുക്കുക, ദെൻ അത് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഡീകോഡ് ചെയ്യുക, ദെൻ ഉള്ളി എക്സിക്യൂഷനിൽ ഒക്കെ. നെക്സ്റ്റ് ഇസ് the option is D. Then next is why microcontrollers are not called general purpose computers. മൈക്രോ കൺട്രോളേഴ്സിന് എന്താണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സിന് വിളിക്കാത്തത്? കാരണം എല്ലാ കാര്യങ്ങളും അതിന് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഒരു സിംഗിൾ ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ് എന്ത്? മൈക്രോ കൺട്രോളർ. സോ ബിക്കോസ് ദേ ഡിസൈൻ ടു പെർഫോം ഡെഡിക്കേറ്റഡ് ടാസ്ക്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ഇസ് what is the most appropriate criterion for choosing the right microcontroller of our choice? നമ്മൾ മൈക്രോ കൺട്രോളർ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കുക? ഇറ്റ്സ് സ്പീഡ്, അവൈലബിലിറ്റി, ഈസ് വിത്ത് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് 3 കാര്യങ്ങളും ഓൾ ദി എബോവ് ആണ് ആൻസർ. സ്പീഡ്, അവൈലബിലിറ്റി, ഈസ് വിത്ത് ദ പ്രോഡക്റ്റ്. നെക്സ്റ്റ്, വിച്ച് ആർക്കിടെക്ചർ ഈസ് ഫോളോഡ് ബൈ ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സർ? അപ്പോൾ മൈക്രോ പ്രോസസ്സർ ഫോളോ ചെയ്യുന്ന ജനറൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്? അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. അപ്പോൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, ഹാർഡ്വെയർ ആർക്കിടെക്ചർ ഇതൊക്കെ നമ്മളൊന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എന്താണെന്നൊന്ന് പറയാം. അപ്പം മൈക്രോ പ്രോസസ്സർ ജനറൽ ആയിട്ട് ഫോളോ ചെയ്യുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. അപ്പം ഇതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ആർക്കിടെക്ചർ. അപ്പോൾ ഈ ഹാർഡ്വെയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം മെമ്മറിയും ഡേറ്റ മെമ്മറിയും സെപ്പറേറ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ആ സിസ്റ്റത്തിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം മെമ്മറിയും കാണും, ഡേറ്റ മെമ്മറിയും കാണും.
അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, സെപ്പറേറ്റ് പ്രോഗ്രാം മെമ്മറി ആൻഡ് ഡേറ്റ മെമ്മറി. ബട്ട് ഇൻ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഈ മെമ്മറിക്കകത്ത് തന്നെയായിരിക്കും ഡേറ്റയും പ്രോഗ്രാമും വെച്ചിരിക്കുന്നത്. അപ്പം സെപ്പറേറ്റ് ആയിട്ടില്ല, ഒരു മെമ്മറിയെ കാണത്തുള്ളൂ. ആ മെമ്മറിക്കകത്ത് തന്നെ ആയിരിക്കും ഡേറ്റ മെമ്മറിയും പ്രോഗ്രാം മെമ്മറിയും. അതാണ് ബേസിക് ഡിഫറൻസ്. സോ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 8085 ഒരു ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ട് 8086 പോവാം. താങ്ക് യു.